ഹായ് ഫ്രണ്ട്സ്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അഥവാ KFC അനിൽ അംബാനിയുടെ റിലയൻസ് കമ്പനിയിൽ 60 കോടി നിക്ഷേപിച്ച് ആ പണം നഷ്ടമാക്കിയെന്ന വാർത്ത ഉയർത്തുന്ന ചോദ്യങ്ങൾ പലതാണ്. നമ്പർ 1, ഇത്രയും വലിയൊരു തുക നിക്ഷേപിക്കുമ്പോൾ അത് ഗവൺമെന്റിന്റെ അനുമതിയോടെ അല്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ നമ്മളാരും പൊട്ടന്മാരല്ല. 2, അനിൽ അംബാനിയുടെ റിലയൻസ് കൊമേഴ്ഷ്യൽ ഫിനാൻസ് ലിമിറ്റഡ് തകരുന്നതിന് മുമ്പ് തന്നെ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ തകർച്ചയിലാണ് എന്ന് ഏവർക്കും അറിവുള്ളതായിരുന്നു. ഒരു കമ്പനിയുടെ ഒരു സ്ഥാപനം പൊട്ടുമ്പോൾ അല്ലെങ്കിൽ പൊളിയുമ്പോൾ അത് മറ്റു സ്ഥാപനങ്ങളെയും ബാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മാത്രം മതി. സാങ്കേതിക പരിജ്ഞാനമൊന്നും ആവശ്യമില്ല. 3, ഈ റിലയൻസ് കമ്പനികൾ അനിൽ അംബാനിയുടേതാണെങ്കിലും മുകേഷിൻ്റെതാണെങ്കിലും സാമ്പത്തിക രംഗത്ത് ഷെയർ മാർക്കറ്റിലൊക്കെ വിശ്വസനീയമല്ല, റിലയബിൾ അല്ല. അതിലെല്ലാം ഉപരി ഷെയർ മാർക്കറ്റിൽ പണം നിക്ഷേപിക്കുന്ന ഏതൊരാൾക്കും അറിവുള്ള ഒരു കാര്യമാണ്, പ്രാഥമിക ജ്ഞാനമാണ്. പണം നിക്ഷേപിക്കുന്ന ഒരാൾ ഒരു കാരണവശാലും തൻ്റെ നിക്ഷേപത്തിന്റെ മുഴുവനും ഒരു കമ്പനി നിക്ഷേപിക്കാൻ പാടില്ല എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ 10 to 20% മാത്രമേ ഒരു കമ്പനി നിക്ഷേപിക്കാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അത് 10 കമ്പനിയിലായി, അതും വ്യത്യസ്ത മേഖലകളിലുള്ള കമ്പനികളിലായി 1 ലക്ഷം വീതം നിക്ഷേപിക്കണം. അപ്പോൾ ഒരു കമ്പനി നഷ്ടമായാൽ പോലും മറ്റ് 9 കമ്പനികൾ ലാഭത്തിലാകുന്നതിനാൽ ഈ നഷ്ടം നികത്തപ്പെടും. ഇതൊക്കെ പ്രാഥമിക ജ്ഞാനം അറിയാവുന്ന ഏതൊരാൾക്കും അറിവുള്ള കാര്യമാണ്. അഥവാ ഇതൊന്നും അറിയാൻ മേലാത്തവരാണോ പണം നിക്ഷേപിച്ചത്? റിലയൻസ് എന്ന പേര് തന്നെ അൺറിലയബിൾ ആണ്. അത് അനിൽ അംബാനി മാത്രമല്ല, മുകേഷ് അംബാനിയും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനി പോലും അവനിങ്ങനെ കമ്പനികൾ തുടങ്ങും, അത് പൊട്ടുമല്ലേ പൊട്ടിക്കും, അതും ലയിപ്പിക്കും, അതിലൂടെ വലിയ തുകകൾ സ്വന്തമാക്കും. ഒരു ഉദാഹരണം എടുക്ക്, RPL റിലയൻസ് പെട്രോളിയം മുകേഷ് അംബാനിയുടേതാണ്. അവര് തുടങ്ങി, അവര് പൊട്ടിച്ചു, നിക്ഷേപകന് കാശ് പോയി. പിന്നെ അതിന് പകരമായി റിലയൻസ് ഇൻഡസ്ട്രിയുടെ കുറെ ഷെയറുകൾ അവർ കൊടുത്തു, അത്ര തന്നെ. അവിടെയും നിക്ഷേപകന് നഷ്ടമാണ്. അല്ലെങ്കിൽ അനിൽ അംബാനി അങ്ങേര് തുടങ്ങിയ റിലയൻസ് പവർ എന്ന് പറയുന്ന കമ്പനി ലിസ്റ്റിംഗ് ഡേയിൽ തന്നെ 440 രൂപ വില നിശ്ചയിച്ചിട്ട് ആ ദിവസം തന്നെ 105 രൂപയിൽ വന്നു. 105 രൂപയിലായിരുന്നു ക്ലോസിങ് അന്നേ ദിവസം തന്നെ. ആ ദിവസം പത്രക്കാരെ നേരിടാതെ, ആരെയും നേരിടാതെ പിൻവാതിലൂടെ രക്ഷപ്പെടുകയായിരുന്നു അനിൽ അംബാനി. അല്ലാതെ ആ നിക്ഷേപകന് നഷ്ടം നടത്താൻ ഒരു ശ്രമവും ഒരു ഉദ്യമവും ആ മനുഷ്യൻ കാണിച്ചില്ല. എന്ന് പറഞ്ഞാൽ നിക്ഷേപകനോട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ആളുകളാണ് ശ്രീ മുകേഷ് അംബാനി ആണെങ്കിലും അനിൽ അംബാനി ആണെങ്കിലും ഒക്കെ. അങ്ങനെയുള്ള റിലയൻസിൽ കൊണ്ട് പണം നിക്ഷേപിക്കുമ്പോൾ അതിന് സാങ്കേതിക വിദഗ്ധരുടെ ഉപദേശം ആവശ്യമാണ്. അതൊന്നും നേടാതെയാണോ വെറുതെ നിക്ഷേപിക്കുകയായിരുന്നോ? അതോ ഇതിനിടനിലക്കാരുണ്ടായിരുന്നോ, രാഷ്ട്രീയക്കാര്? അവര് ഇവരെ പെടുത്തിയതാണോ? അപ്പൊ അങ്ങനെയെങ്കിൽ അതിന്റെ ഇടനിലക്കാർ, പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ആരുടേതായിരുന്നു? കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം ആത്യന്തികമായിട്ട് ഗവൺമെന്റ് പണമാണ്. എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും പണം, ടാക്സ് പേയേഴ്സ് മണി. സമാധാനം പറഞ്ഞു നോക്കൂ.